അപ്പൊ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഫ്രണ്ടിന്റെ കാർ എടുത്ത് നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകണം ഗൈസ്. നമ്മുടെ കാർ അബിൻ കൊണ്ട് ചപ്പി. നമ്മുടെ കാർ ഇന്ന് എടുക്കണം ഇല്ലേ? അപ്പൊ നീ സത്യം പറഞ്ഞേ, ഇത്ര ദിവസം പറഞ്ഞ് ഏതൊരു ഓട്ടോക്കാരെ വന്നിടിച്ചത്. ആക്സിഡന്റ് അല്ലേ? പിന്നെയല്ലേ ഗൈസ്, ആനി ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്നു. ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു, ഞാൻ പോയില്ല. ആഴ്ചയിൽ 2 ദിവസം ക്ലാസ്, അല്ലെങ്കിൽ 1 ദിവസം പോയില്ല. നമ്മളിന്ന് അൺലിമിറ്റഡ് ഫുഡ് ഒന്നും ഇല്ല, അൺലിമിറ്റഡ് ഡ്രിങ്ക് ഇല്ല. കാർ കിട്ടുന്നവർ ഈ കാർ യൂസ് ചെയ്യരുത്. സിറ്റിയിൽ എങ്ങനെ പോയി? ബസ്സിൽ പോവാ. It was at this moment that he knew he fucked up. ആനി ഒരു കർച്ചീഫ് എന്തെങ്കിലും ഉണ്ടോ? ആനി കാറിൽ പോണെന്ന് പറഞ്ഞിട്ട് ഫോണ് ചാർജറൊക്കെ എടുത്ത് വെച്ച് ആനി മറ്റേ പ്രൈവറ്റ് ബസ്സിനെ കുത്തിയിടും. പറഞ്ഞ കൊട എടുക്കാൻ പ്ലാൻ ബി ചാവും ഈ ചൂടത്ത്. ഇതെന്തിനാണ്? ഞാൻ കാറില് പോണെന്ന് വിചാരിച്ചിട്ട് ചാർജർ എല്ലാം എടുത്തിട്ട് വന്ന്. ശരി, രണ്ട് കൈ തരി. കെട്ടി വെച്ചിട്ടൊന്നും ബസ്സിൽ പോകാൻ പറ്റത്തില്ല. ഇത് കേരളമാണ്. അവളെ കൈ അതിട്ട് എന്ത് സുന്ദരമായി എന്റെ കൈ നോക്ക്. കാറ് കിട്ടുന്നവരെ ബസ് സ്റ്റാൻഡ് ഈ കാറിൽ പോകും, ബസ് സ്റ്റോപ്പ് വരെ. ഇങ്ങനെ വെച്ചിട്ട് വണ്ടി ഓടിച്ചു മനസ്സിലായേ? അച്ഛൻ ഓടിക്കും. എന്തോ ഒരു സൂചന അത്. അതിനർത്ഥം ഇത് വേണ്ടെന്ന് അഴിച്ചിട്ട് പോവാ. കൈ ഇങ്ങനെ പിടിച്ചിട്ട് നടക്കണം, ആർക്ക് മനസ്സിലാവില്ല. കുഴപ്പമില്ല, കാറില് പോവാ. മണ്ടയില് വെയിലടിക്കും. മണ്ടയിൽ അടിക്കത്തില്ല. ഫോണിൽ ചാർജ് ഇല്ല, വീഡിയോ എങ്ങനെ എടുക്കും? ബസ് സ്റ്റോപ്പ് വരെയെങ്കിലും വണ്ടി ചോദിച്ചായി കളിക്ക്. എന്റെ ചാർജർ വെച്ചിട്ട് എന്തിനീ സാധനം? നീ എറിഞ്ഞില്ല, ഞാൻ വരത്തില്ല. കൊട ഞാൻ പിടിച്ചിരിക്കണം. വാഷ്റൂം പോയണ്ടെന്ന ഇത് പോരാണ്. അതിനകത്ത് നമ്മൾ വണ്ടി എടുക്കണം. വണ്ടി അങ്ങനെ വിളിച്ചിട്ട് 3:30 4 മണിക്ക് എന്തായാലും തരുമെന്ന് പറഞ്ഞു. ഇപ്പൊ രാവിലെ 10 മണിയായി. ആനി പപ്പയുടെ പേഴ്സ് പൈസ എടുക്കുന്നു. 200 രൂപ മതിയോ പോവാൻ? കള്ളി പപ്പയുടെ നേരെ പണ്ടൊക്കെ പൈസ എടുക്കും തോന്നുന്നു. ഇല്ല, 200 രൂപ മതിയാ പോവാൻ. കുറെ സമയം 3-ാമത്തെ പ്രാവശ്യം ഞാൻ വീട്ടിൽ കയറാൻ ലിപ്സ്റ്റിക് എടുക്കും. പാടി ഒറ്റയ്ക്ക് പാടി റൂം പോലെ പോയിട്ട് വീണ്ടും കൊണ്ടുപോകും. സിറ്റി ഇവിടെ 36 കിലോമീറ്റർ ഉണ്ട്. അത് ഒരു ബസ്സിലൊന്നും പോകാൻ പറ്റത്തില്ല, 3 ബസ് കയറണം. ഇവിടെ നിന്ന് ഉച്ചക്കടന്ന് പൂവാറെന്ന് സിറ്റി 3 ബസ് കയറണം. ഒറ്റയടി ബസ് ഓൾവോ ബസ് കേട്ടിട്ടുണ്ട്. ഒറ്റയടി ബസ്സാ ഓൾവോ. എന്റെ ഈ കൈക്കാണ് ശക്തി, എനിക്ക് ഈ കൈക്ക് ശക്തിയില്ല. സ്വിച്ച് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങാൻ പോവാണ്. സൺസ്ക്രീൻ എല്ലാം പാണ്ടേ പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ എന്റെ ഈ കൈ വീക്കെന്ന്. 5 പ്രാവശ്യം അകത്ത് കൊണ്ടോട് മണ്ടയിൽ ഇടിച്ചു. ഞാൻ ഇവളുടെ പോണില്ല. ഒരു കലാകാരി തന്നെ. ഇവൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കണം, അങ്ങ് നോക്ക്. അത് ഞങ്ങളെ വീഡിയോ അവിടെ ഉണ്ടാക്കണം. ആരും നിൽക്കാത്ത ഭാഗ്യം. ഇപ്പോഴേ മടുത്തായി, വാ പോവാ. ഈ ചൂട് വെയിലത്ത് ഇതെല്ലാം ആവശ്യമാ. എനിക്ക് ഈ ചലഞ്ചിനേക്കാൾ ഏറ്റവും വലിയ പാടാണ് ഇവളോട് ഇങ്ങനെ ഒരുമിച്ച് നടക്കുന്നത്. ചില പിള്ളേരില്ലേ ഇങ്ങനെ നടക്കുമ്പോ ഇങ്ങനെ തള്ളിക്കൊണ്ടൊക്കെ പോവും. ഇവൾക്ക് ഈ സ്വഭാവം നടക്കുമ്പോ ഈ കാലെടുത്തൊക്കെ ഇങ്ങനെ അറിയാത്തൊക്കെ തട്ടിയൊക്കെ വെച്ച് തരും. ഇങ്ങനെ തട്ടിയൊക്കെ വെച്ച് തരും. സ്ട്രെയിറ്റ് ആയിട്ട് നടക്കൂല, ഇങ്ങനെ നടക്കും. വീട് വെച്ച് സത്യം ഇതുവരെ ഇങ്ങനെ നടന്നു പോയിട്ടില്ല കേട്ടോ. ഇതുവരെ എപ്പോഴും വണ്ടിയാണ് പോണത്. ഞാൻ 3 പ്രാവശ്യം നിന്റെ വീട് വരെ നടന്നു പോയി, അറിയാമോ? ഗൈസ്, ഇവിടെ നിന്നാ ഓട്ടോ കിട്ടത്തില്ല. ഇവിടെ നിന്നാ മറ്റേ ഷെയർ ഓട്ടോ ഇല്ലേ, ഒരാൾക്ക് 10 രൂപ. അതേ മാത്രമേ ഇനി കിട്ടുള്ളൂ. ഇവിടെ 10 30 രൂപ എടുത്ത് പോകാം ഗൈസ്. ഞാനും പണ്ട് പോവായിരുന്നു ഗൈസ്, 2 വർഷം മുന്നേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഷെയർ ഓട്ടോയിൽ പോവായിരുന്നു. ഓട്ടോ കിട്ടി.
പൈസ കിട്ടി. ബസ്സിൽ പോയിട്ട് ഒരാൾക്ക് 70 ഇത്ര രൂപയല്ലേ? കേരളത്തിലാണ് ജീവിക്കുന്നത്. ഒരാൾക്ക് ഇവിടെ നിന്ന് ഇവിടെ പോകാൻ ഏകദേശം 36 രൂപ 38 രൂപ അതായത് 40 രൂപ കൂടി പോയി ഒരാൾക്ക്. പക്ഷേ ഫൺ പോയിന്റ് ഉണ്ട്. പോവാറെന്നാണ് 40. നമുക്ക് ഇവിടെ നിന്ന് പോവാറ് വേണ്ടി പൈസ തികയത്തില്ല എല്ലാം കൂടി. പെട്ടെന്ന് ബസ് പെട്ടെന്ന് ബാക്കി ഒരു അമ്മച്ചി മാത്രം കൈസ് കണ്ടുപിടിച്ച് ഇത്ര സമയം ഞങ്ങൾ ഒളിച്ചു നടക്കായിരുന്നു. കാണാത്തോണ്ടിരിക്കും. ബസ്സൊന്നും ഇല്ല. നമ്മളിവിടെ വരത്തില്ല. ബാംഗ്ലൂരൊക്കെ പോണെങ്കിൽ AC ബസ്സിൽ പോകണം. ഒരു കാര്യം ഈ വീഡിയോ ബാംഗ്ലൂർ പോയി നീ എടുത്തിട്ടോ. ആനിയെടുത്തിട്ട് ഒരു ഫണ്ണടിക്കണം നോക്കിക്കോ. അവിടെ ഒരു ഗ്ലാമറുള്ള ചെക്കൻ നിൽക്കുന്നത് കണ്ടില്ലായിരുന്നു? തന്നെ പകത്തി എത്തി തളർന്നായി. ചൂടെന്നല്ല, നമ്മളിപ്പോ കാറിന് വന്നിരുന്നെങ്കിൽ സിറ്റിയിൽ എത്തുമായിരുന്നു. പക്ഷെ കുറെ നാൾക്ക് ശേഷം ബസ്സിൽ കയറിയപ്പോ കൊള്ളായിരുന്നു. ഈ കഴിഞ്ഞ വർഷം ബ്രസീലിൽ പോയി. ഇവിടെ എപ്പോഴും ബസ് വണ്ടി ഓടിക്കാൻ വണ്ടി ഓടിക്കാണ്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇവൾക്ക് ഒട്ടും അറിയത്തില്ല, എത്ര മാസം എടുത്താലും കുഴപ്പമില്ല, ഇവളെ പഠിച്ചിട്ട് വിട്ടായി എന്ന് പറഞ്ഞു. അപ്പൊ ആ ചേട്ടൻ എൻ്റെ അടുത്ത് തിരിച്ചു പറയുന്നത്, ഞങ്ങളെ കൊണ്ട് ചിലപ്പോൾ പറ്റത്തില്ല, നിങ്ങൾ വീട്ടിൽ പഠിപ്പിക്കേണ്ടി വരും കേട്ടാ. അവൾക്ക് കുഴപ്പമില്ല, ഞാൻ കഴിക്കുന്ന ഇവളുടെ കൈ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വരും. പാൻറ് അഴുക്കായിരിക്കും. ആരറിയില്ല അതഴുക്ക്. പകുതി വരെ വീണ്ടും നമുക്ക് ബസ്സിൽ പോയിട്ട് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഊബറിൽ പോകുന്ന വിചാരിച്ചു, ഗൂഗിൾ പേ വരും. ഇട്ടിട്ട് വരുമായിരുന്നില്ലായി. ഊബർ ബുക്ക് സക്സസ്ഫുള്ളി നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ചൂടും എനിക്ക് പുറത്തേക്കാൻ പറ്റില്ല. ഞാൻ കുട എടുക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞ, എടുത്തില്ലായിരുന്നെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്ക്. 1 മണിയായി. അപ്പൊ അടുത്ത വീഡിയോ കുടയില്ലാതെ ചെയ്യാമേ. ഒന്നാതെ വരണ്ടിരിക്കണു ഞങ്ങള്. ഈ കുടയില്ലാതെ ഇപ്പൊ എന്ത് ചെയ്യുന്ന അറിയോ? ഈ കുട ബുക്ക് ATM-നകത്ത് വരികയായിരുന്നു. ഞാൻ പണ്ട് കളിച്ചിട്ട് തന്നെ തളർന്നിരിക്കുമ്പോ ATM-നകത്ത് പോയിരുന്നിട്ടുണ്ട്. നിങ്ങളെല്ലാരും ചെയ്തിട്ടുണ്ടല്ലോ. ഗൈസ് ഒരു ഓട്ടോ റിവേഴ്സ് പറഞ്ഞു, അതാണെന്ന് തോന്നുന്നു, നമ്മുടെ ഓട്ടോ ആണെന്ന് തോന്നുന്നു. ആ ഗൈസ് നമ്മുടെ ഓട്ടോ റിവേഴ്സ്. വണ്ടി എടുക്കുമ്പോ ഒരു കാറ്റ് വരും ഗൈസ്. വന്ന് അതാണ് ഇങ്ങനെ പോണേന്റെയൊക്കെ ആ ഒരു സുഖം. നമ്മളൊരു 11 മണി മുതൽ ഒരു 3 മണി വരെയൊക്കെ പുറത്ത് ഇറങ്ങല്ല കേട്ടാ, ഭയങ്കര ചൂടാണ്. മാക്സിമം വീട്ടിൽ തന്നെ ഇരിക്കാൻ നോക്കും. പുറത്തിറങ്ങിയാലും അപ്പൊ വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ അതാണ് ഫുഡ് കഴിച്ചില്ല നമ്മള്. ആര് കാണണ്ട. ഒരുമിച്ച് കിടന്ന് ആരും കണ്ടുപിടിക്കത്തില്ല. കാണുന്ന വിചാരിക്കും, ഓ ചേട്ടൻ അനിയടുത്ത് ഭയങ്കര സ്നേഹം. ഞാൻ ഡിജിറ്റൽ ചാനൽ ട്രെയിനിൽ കയറിയ അമ്മ അവൻ നിർത്തില്ല അച്ഛാ. 1 മണിക്കൂർ ഇട്ട് കയറിയാലോ. അവൻ നിർത്താൻ പറഞ്ഞാലും നിർത്തത്തില്ല, 1 മണിക്കൂർ കൊണ്ടുപോകും. എനിക്ക് എനിക്ക് ഫുഡ് വേണ്ട. നീ പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോണേ, ഞാൻ വരത്തില്ല. കൈ പിടിച്ച് വന്നാൽ എനിക്ക് പണ്ട് ഞാൻ ഗേൾ ഫ്രണ്ട് ആയിട്ട് വന്ന ഓർമ്മയാണ് കഴിച്ചു. എനിക്ക് ആ ഓർമ്മ വരില്ല. ഞാൻ എന്റെ ചേട്ടന്റെ കൂടെ ഒക്കെ വരേണ്ട അവസ്ഥ. ഒരു
പഴം മാത്രം കഴിച്ചത് നല്ല വിശക്കണേ വിശക്കണം എന്ന് പറഞ്ഞപ്പോ അച്ഛൻ വാങ്ങിച്ചത് നോക്കൂ. ഞാൻ ഇങ്ങനെ കഴിക്കും, അബിൻ എങ്ങനെ കഴിക്കും? അബിന് നിന്റെ വായിനകത്ത് ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ എടുത്ത് കഴിക്കും. കഴിക്കാൻ വേണ്ടി കുറച്ചേ ഉള്ളൂ, പക്ഷെ ഡ്രിങ്ക് കൂടുതലുണ്ട്. 3 നേരം ഉണ്ട് 5 ഡ്രിങ്ക്. ഞാൻ പറയണേ നിനക്ക് ആ കൈയിട്ട് കഴിക്കാം, ഈ കൈ വെറുതെ ഇവിടെ ശല്യപ്പെടുത്താൻ ചെള്ളയിൽ തരായിരിക്കും. എല്ലാ വാർത്തക്ക് യൂസ് ചെയ്യണം. ഞാൻ മര്യാദക്ക് വിചാരിച്ചു അവൻ വിശന്നല്ലേ ഇരിക്കണ്, മര്യാദക്ക് കൈ കൊടുത്ത് അവൻ തിന്നട്ടെന്ന് വിചാരിച്ചു. ഞാൻ ദേഷ്യത്തിലാണ് എനിക്ക് വന്നത്. നീ മര്യാദക്ക് സ്നേഹത്തോടെ പറഞ്ഞു അവൻ ഉണ്ടാതിരിക്കും. നീ അങ്ങനെ തിന്നാ മതി മര്യാദക്ക്. ഇവൻ വലിച്ചു എന്റെ കൈ. ഒരു മിനിറ്റ് ടിഷ്യൂ എടുത്ത് വായി തുടച്ചാ സമയല്ല. കുറച്ചാ അബിനാണെങ്കിൽ കുറെ ദിവസത്തിന് ശേഷം ഒരു പാട്ട് പഠിച്ചു. അബിൻ ഇപ്പൊ പാടിത്തരും. ഇത് ആനിക്ക് വേണ്ടിട്ട് പാടാണ്ടിരിക്കുകയാണ്. ആനി എന്ന് പറഞ്ഞിട്ട് മനസ്സിൽ വേറെ പെണ്ണേ പാട്ട് പറഞ്ഞ പ്രണയ നില ഞാൻ വേറെ പാട്ട് പാടാം. ഇപ്പൊ പാടുന്നതിൽ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടാവും, പക്ഷെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പാടാം. തങ്കമേ ഉണ്ണത്താൻ തേടി വന്നതനേ വൈരമേ ഒരു നാൾ ഉണ്ണ തൂക്കുറ ராசாத்திய ராத்திரி பார்த்தேன் ரவுடி பைய ரொமான்டிக்காவன் பகிர்ந்து தூக்க போட்டு நினைக்கிட்டு என்ன பிளாக் அண்ட் ஒயிட் கண்ண உன்னை பார்க்க கலராய் மாறுதே. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു കോട്ടി ഉണ്ട് കഴിച്ചെന്നെ പാട്ട് പാടും, ഞാൻ തെറ്റി പാടുകയാണ്. മൂത്രം മുട്ടി വയ്യ, 2 ഗ്ലാസ് ജ്യൂസ് കുടിച്ചായി. ആനി മിക്കാറ് എന്നോട് ടോയ്ലറ്റിൽ വരുമെന്ന് തോന്നുന്നു. ഇങ്ങനെ നടന്നപ്പോ എല്ലാ ആൾക്കാരും നോക്കണേ എന്താ കയ്യും കെട്ടി പോണേ. ഇവളില്ല, ഇവള് വലത് കൈയിട്ടാണ് എല്ലാം ചെയ്യണം, പക്ഷെ ഇടത് കൈന്റെ കൂടെ ഇങ്ങനെ ചുരുത്തി കൊണ്ടുപോകണം. കളിക്ക് ഞാൻ ഇല്ല അച്ഛാ. ഇവളെ നാണം കെടുത്ത് എന്നെ കൂടെ നാണം കെടുത്തതെന്ന് വെച്ചാൽ ഇതിലെന്ത് നാണം കിടന്ന് കാണിച്ചു കിട്ടാ നടന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ കാണിക്ക കുട എടുത്ത് കാലിനിടയിൽ വെച്ചത് ഇതൊക്കെ നാണക്കേടല്ലേ. പെണ്ണെന്ന് കാണുമ്പോ ആൾക്കാർ വിചാരിക്കും ഞാൻ ഇവന്റെ ചന്തിക്ക് കൈ പിടിച്ചിരിക്കണം. പെൺപിള്ളേരെല്ലാം നോക്കണം, ആരായെന്ന് വെച്ചേക്ക് ചേച്ചി അനിയന്റെ കൈ പിടിച്ച് പോകണം. ശബ്ദം കണ്ണാണൂല. നാളെ 6 മണി ഇവൾക്ക് കണ്ണാണ്. ഞാൻ ബുക്ക് ചെയ്തായി. നമ്മള് ഇനി കാർ എടുക്കാൻ പോകണം. കാർ എടുത്താ ഇത് അഴിക്കാം. ഇല്ല ആനി ഇപ്പൊ പഴയതുപോലെ ഭയങ്കര അക്രം പിടിച്ച പെണ്ണൊന്നല്ല, ഇപ്പൊ ഭയങ്കര പാവമാണ്. അത് ആനിക്ക് എന്തെങ്കിലും പണി കൊടുക്കുകയാണ്. പണ്ടത്തെ ആനിയുടെ സ്വഭാവമേ ഉള്ളു, ഇപ്പൊ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇപ്പൊ പാവ ആനിയാണ്. ഇപ്പൊ ആനി എന്ത് പറഞ്ഞാലും മനസ്സിൽ തള്ളും ഞാൻ. ചെറിക്കത്തില്ലേ ഇനി തന്നെ ഇപ്പോഴും എന്തിനങ്ങനെ ചെയ്യണ അപ്പൊ അറിയാം. നിങ്ങളുടെ അടുത്ത് ആരിക്കണം നോക്ക്. ചെറിയ സ്മെല്ല് സത്യം ഞാൻ ഇന്ന് കുളിച്ചില്ല കഴിച്ചു. ഞാൻ ഒപ്പഴായിട്ട് പറഞ്ഞു സ്മെല്ല് നിന്റെ അടുത്ത് തന്നെയായിരുന്നു. ഞാൻ സത്യം സ്മെല്ല് നിന്റെ അടുത്ത് തന്നെയായിരുന്നു. ഞാൻ അഡിദാസിന്റെ ഷവർ ജെല്ലിട്ടാണ് കുളിക്കുന്നത്. അഡിദാസിന്റെ ഷവർ ജെല്ല് അഡിദാസിനെ കുളിക്കണം. ഞാനിത് സത്യം പറയട്ടെ, അത് അഡിദാസ് അല്ല, അബിദാസ്. ഇതുപോലെ വെയിലൊക്കെ കൊണ്ടാ കുഴപ്പമൊന്നുമില്ല. വാങ്ങ
ഇതാണ് ആനിയുടെ സ്വഭാവം. നമ്മള് കാർ എടുക്കാൻ പോവാണ്. ഇനി കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ കൈ കെട്ടി വെച്ചിരിക്കാൻ. കാർ തൊടുമരയാ എവിടെ പോണു കാർ ഇതിനകത്ത്? കുറച്ചൊക്കെ കറങ്ങിട്ട് വരാം. നമ്മൾ നമ്മുടെ വണ്ടി നോക്കാൻ പോവാണ്. നീ കാർ രണ്ടാഴ്ച വണ്ടിയില്ല അറിയാമോ? അങ്ങനെ പറയില്ലേ അതിമോളായ ഒന്നും പറയത്തില്ല കേട്ടോ. കോട്ടി തുടങ്ങി ഗൈസ്. അങ്ങനെ ഞാൻ കൊണ്ട് ചപ്പി ശരിയാക്കിയിട്ടുണ്ട് അല്ലേ. ഇനി അടുത്ത ചപ്പലിൽ കാണാം. ഗൈസ് ഞങ്ങളുടെ വണ്ടി ഇൻഷുറൻസ് ചെയ്യാത്ത എന്തെന്നറിയാവോ? ഞങ്ങളുടെ ആനിമോള് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവരെ ഞങ്ങൾ കാത്തിരിക്കുന്നു. അപ്പൊ ഇൻഷുറൻസ് ഞങ്ങൾ ക്ലെയിം ചെയ്യും. നിങ്ങൾ ചെയ്യില്ലെന്നോ? എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ഉണ്ടാക്കിയ അത്രയൊന്നും ഞാൻ ഉണ്ടാക്കത്തില്ല എന്തായാലും. ആനി വലിയ വണ്ടി ഒന്ന് സൈഡ് ഒതുക്കി വെച്ചിട്ടുണ്ടായിരിക്കും അവിടെ. ആനി മറ്റേ പിന്നെ വണ്ടി ഓടിച്ചോണ്ടിരിക്കും. അവർക്ക് ലൈസൻസ് ഉണ്ടല്ലോ, അവര് നേരെ വരട്ട്. ശരി കൈയൂരി ഉരുണ്ടേ എന്റെ കൈ അല്ലാതെ വരും. എന്റെ കയ്യില് ഇത് മുന്നേ ഉണ്ടായിരുന്നത്. നമ്മുടെ വണ്ടി ഏകദേശം ഇങ്ങനെയാണ് ഇരുന്നത്. ഇത്ര ചപ്പലില്ലായിരുന്നു. ഇത് ഉണ്ടായിരുന്ന ഏകദേശത്തൊക്കെ ഉണ്ടായിരുന്നല്ല. ഇതൊക്കെ ഉണ്ടായി നിങ്ങളറിയാൻ ശരിയാക്കി ഇടയിൽ ഇത് ഗൈസ്. ഇതുപോലത്തെ കിടിലം ചാലഞ്ചുകൾ ഇനി വരുന്നതായിരിക്കും. ആനീനെ നമുക്ക് മറ്റേ വെയിലത്ത് തന്നെ പറഞ്ഞേക്കുന്നത്, മരുഭൂമിയിൽ പറഞ്ഞേക്കുന്നത്, ബീച്ചിൽ മരത്തിന്റെ അഭിനയ ഒരു ഡ്രസ് ഇടാതെ ബീച്ചിൽ കിടത്തുന്നത്, ഒരു ഡ്രസ് ഇല്ലാതെ ഫുൾ വാക്സ് ചെയ്യുന്നത്, സേവ് ചെയ്യുന്നത്. ബീച്ചിലാണ് ഞാൻ കിടക്കും. ഓക്കെ ദുബായ് ബീച്ചിൽ തന്നെ കൊണ്ടുപോകാൻ ഞാൻ. രണ്ടാമത്തെ ഇന്റർനാഷണൽ ട്രിപ്പായി. 1 മണിക്കൂർ കിട്ടും വണ്ടി കിട്ടാൻ വേണ്ടിട്ട്. സോ നമ്മൾ വണ്ടീൻ്റെ അടുത്ത് എത്തി. അതുകൊണ്ട് കെട്ടഴിച്ചു. ഇനി ഇന്റെ കൊമ്പിളിക്ക് എന്താ വേണം ഞങ്ങളുടെ അടുത്ത ഭാഷയിൽ പറയുന്നത്? ഇല്ല, എന്റെ ഡ്രസ്സ് ഇവിടെ ഇരിപ്പുണ്ട്, അപ്പൊ അത് മേടിക്കണം. എനിക്ക് ഒരു ഡ്രസ് ഒരാൾ തരാന്ന് പറഞ്ഞു, അവര് ചെയ്തു തരാന്ന് പറഞ്ഞു. അപ്പൊ കിട്ടിയോണ്ട് നീ വാങ്ങിച്ചു. പെരുന്നാളൊക്കെ വരുമല്ലേ, ഒരു ദിവസം ഇട്ടിട്ട് തിരിച്ചു തരാൻ വേണ്ടി. അങ്ങനെയല്ല, ഒരു ഡ്രസ്സല്ല, അവരെന്തൊക്കെ ചെയ്തു തരാന്ന് പറഞ്ഞു. നല്ല നല്ല സാധനങ്ങൾ ചെയ്തു തരാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അത് മേടിക്കാൻ വന്നതാണ്. ഇവിടെ അവിടെ കൊള്ളാല്ലേ, ഞാൻ വിചാരിച്ചില്ല എത്ര നല്ല സാധനം ഇരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ഈ ഡ്രസ്സ് ചെയ്തു തന്നത് റേവേൾഡ് ബുട്ടിക്കാണ്, ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ. ഇവരാണ് നമുക്ക് മുന്നേ ഓണത്തിന്റെ ഡ്രസ്സൊക്കെ ചെയ്തു തന്നത്. എനിക്കിഷ്ടപ്പെട്ടു. പൈസ നമ്മൾ ഡ്രസ്സ് മേടിച്ച് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചില്ല എത്ര നന്നായിട്ട് വരും. അതിന് റേവേൾഡ് ചേച്ചിയുണ്ട്, ചേച്ചിയാണ് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് വന്ന് മേടിക്കണം. ചേച്ചി എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ ചേച്ചി താങ്ക് യു. വണ്ടി കിട്ടി നമുക്ക് പോവാം. ഇവിടെ 2 കാറുണ്ടായിട്ട് നമ്മൾ ബസ്സിൽ പോയേക്കും. അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ ഈ ചൂട് കാലത്ത്. പെട്രോൾ അടിച്ച് പോയെങ്കിൽ 1000 രൂപ വെച്ചില്ല. ഊബർ എടുത്ത് 1500 രൂപ വെച്ചത്. പൈസ എന്തായാലും നമ്മൾ ഈ ചലഞ്ച് ഫിനിഷ് ചെയ്തു. അത് തന്നെ കഴിച്ചു. ഇനി പള്ളിയിൽ പോയിട്ട് നാളത്തേക്ക് വേണ്ടിയുള്ള നോമ്പെടുക്കും. നോമ്പെടുത്ത് സമാധാനമായിട്ട് ഫ്രഷായി പള്ളിയിലൊക്കെ പോയി അഭിനപ്പോലെ ഇരിക്കുന്നത്. അപ്പൊ എന്റെ കൂടെ പള്ളിയിൽ പോവാം. ഞാൻ രാവിലെ ഇത് തന്നെയല്ല ഇട്ടിരിക്കുന്നത്. വേണമെങ്കിൽ ഇതിട്ട് പള്ളിയിൽ പോ.